നിങ്ങൾക്ക് സുപരിചിതമായ വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റൂം 21 എല്ലാ വിവാഹവേളകളിലും ഏറെക്കുറെ എല്ലാ ആളുകളും കേട്ടിരിക്കാനിടയുള്ള ഒരു സൂക്തമാണ് പാരായണം ചെയ്തു വെച്ചത്. കുടുംബജീവിതത്തെ ഇസ്ലാമിക വീക്ഷണത്തിൽ ജീവിച്ചു കാണിക്കാൻ മാത്രമാണ് സത്യവിശ്വാസികൾക്ക് കഴിയുക. കുടുംബജീവിതം എത്ര പറഞ്ഞാലും അത് പൂർത്തീകരിക്കപ്പെടുകയില്ല, അതിന് പൂർണ്ണത വരില്ല എന്നതാണ്. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതത്തെ തുറന്ന പുസ്തകമായി തന്റെ അനുയായികൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുകയായിരുന്നു. പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നാണ് അനുയായികൾ എന്താണ് ഇസ്ലാമിക കുടുംബജീവിതം എന്ന് പഠിച്ചത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ നിന്നാണ് ആ കാലഘട്ടത്തിലെ ജനസമൂഹം കുടുംബജീവിതത്തെ അറിഞ്ഞത്. അൽഹംദുലില്ലാഹ്, ഇന്നുവരെയും നാമും ഇസ്ലാമിക കുടുംബജീവിത വ്യവസ്ഥയെക്കുറിച്ച് അറിയുകയും പഠിക്കുകയും പകർത്തുകയും പാലിക്കുകയും ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ്. അതേക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് സൂറത്തുർ റൂമിൽ അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് എന്നാണ്. ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ ഒരു മഹാസംഭവമാണ്. സൂറത്തുർ റൂമിന്റെ 20-ാമത്തെ സൂക്തം മുതൽ തന്നെ വമിൻ ആയാത്തിഹി എന്ന് തുടങ്ങുന്ന ധാരാളം ആയത്തുകൾ കാണാൻ സാധിക്കും. അതിൽ 21 ഇതാണെങ്കിൽ 22ഉം 23ഉം 24ഉം ഒക്കെ ആയാത്തുകളെ വിസ്തരിച്ചുകൊണ്ടാണ്. അതിൽ സൂര്യൻ ഒരു ദൃഷ്ടാന്തമാണെന്ന് പറയുന്നുണ്ട്, ചന്ദ്രൻ ദൃഷ്ടാന്തമാണെന്ന് പറയുന്നുണ്ട്, ഈ പ്രപഞ്ചത്തെ ദൃഷ്ടാന്തമായി വിവരിക്കുന്നുണ്ട്, സസ്യലതാദികളും ജീവജാലങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണെന്ന് പറയുന്നുണ്ട്, ഇരുട്ടും വെളിച്ചവും ദൃഷ്ടാന്തമാണെന്ന് പറയുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് കുടുംബത്തെ അള്ളാഹു തആല ചേർത്തിയിരിക്കുന്നത്. അപ്പൊ എന്തുമാത്രം മഹാത്ഭുതമായിരിക്കും കുടുംബം എന്നതിന് വേറെ നമുക്ക് തെളിവുകളൊന്നും വേണ്ട. അല്ലാഹു തആല ഒരു അത്ഭുതമായിട്ടാണ് ഭൂമി ലോകത്ത് വ്യത്യസ്ത മേഖലകളിൽ, വ്യത്യസ്ത സംസ്കാരങ്ങളിൽ, വ്യത്യസ്ത തറവാടുകളിൽ വെവ്വേറെ മാതാപിതാക്കളുടെ മക്കളായി ജനിക്കുകയും ജീവിക്കുകയും വളരുകയും ചെയ്ത രണ്ടാളുകളെ ചേർത്തി വെച്ചുകൊണ്ട് മനോഹരമായ ഒരു കുടുംബത്തിന് അസ്ഥിവാരം കൊടുത്തത് ചിന്തിക്കാനുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ എന്ന് നാം മലയാള ഭാഷയിൽ പരാമർശിക്കപ്പെടുന്ന വിശുദ്ധ ഖുർആൻ അസ്വാജുകൾ, ഇണകൾ എന്ന് പരിചയപ്പെടുത്തിയ ഈ ഇണകളുടെ കൂട്ടായ്മയെ ഇന്നോ ഇന്നലെയോ ഏതെങ്കിലും സർക്കാരിന്റെ കാലത്തോ ഏതെങ്കിലും ഭരണഘടനാ വകുപ്പോ ഇത്രാം നമ്പർ ഖണ്ഡിക പ്രഖ്യാപിച്ചതോ അല്ല. എവിടെ നിന്നാണ് കുടുംബവും കുടുംബജീവിതവും ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ, എവിടെ നിന്നാണോ മനുഷ്യോൽപത്തി ഉണ്ടായത് അന്നു മുതൽക്ക് കുടുംബവും കുടുംബജീവിതവും ആരംഭിച്ചു. യാ ആദമുസ്കുൻ അന്ത വസൗജുകൽ ജന്ന, ആദമേ നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിച്ചു കൊള്ളുക, നീയും നിന്റെ ഇണയും പാർക്കേണ്ടത് സ്വർഗത്തിലാണ് എന്ന് അല്ലാഹു തആല പ്രഖ്യാപിച്ച അന്നു തൊട്ട് ഇന്നുവരെയും മാനവ സമൂഹം കുടുംബമായി ജീവിക്കുകയാണ്. ഇസ്ലാമിക വീക്ഷണത്തിൽ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ കുടുംബം എന്ന് പറയുന്നത് മൂന്ന് തരത്തിലുണ്ട്. പക്ഷെ നാം ഇവിടെ പരാമർശിക്കേണ്ട, ഈ ചെറിയ ടൈമിൽ പരാമർശിക്കേണ്ടത് രക്തബന്ധം ചേർന്ന് നിൽക്കുന്ന, വൈവാഹിക ജീവിതം ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബത്തെയാണ്. അതേസമയം ലോകമാനവിക കുടുംബത്തെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും എന്ന സൂറ ഹുജറാത്തിലെ 13-ാമത്തെ സൂക്തം യഥാർത്ഥത്തിൽ മാനവൈക്യവും മാനവ സമൂഹം ഒരു കുടുംബവുമാണെന്ന് പഠിപ്പിക്കുകയാണ്. മറ്റൊരിടത്ത് ആദർശ കുടുംബമായിട്ടാണ് ഭൂമി ലോകത്തുള്ള എല്ലാ സത്യവിശ്വാസികളും പോകേണ്ടത് എന്നതിലേക്ക് വെളിച്ചം വീശുന്ന ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്ന ആയത്തുകൂടി നമുക്ക് വായിക്കാൻ സാധിക്കും. സത്യവിശ്വാസികൾ ഒരു കുടുംബമാണ്. എന്നാൽ മറ്റ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു തആല പറയുന്നു, മനുഷ്യനെ നാം
രക്തബന്ധവും വിവാഹബന്ധവും ചേർന്ന ഈ ബന്ധങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന, ഇവനെ നാം വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്ന, എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണ് അല്ലാഹു എന്ന് പരാമർശിച്ചുകൊണ്ട് അവസാനിക്കുന്ന ആ സൂക്തത്തിൽ മനുഷ്യനെ ജഅലഹു നസബം വസിഹ്റ, നസബം വസിഹ്റ, നസബ് തറവാടും പരമ്പരയും ചേർന്ന് നിൽക്കുന്ന ബന്ധമാണ്. സിഹ്ർ വൈവാഹിക ജീവിതത്തിലൂടെ വരുന്ന ബന്ധമാണ്. അപ്പൊ ഈ കുടുംബ ബന്ധത്തെയാണ് ഇപ്പോൾ പരാമർശിക്കുന്നത് എന്നുകൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, സ്ത്രീ പുരുഷന്മാരുടെ കൂട്ടായ്മയെ, അതല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിലൂടെ ഒരു സ്ത്രീയും പുരുഷനും ഒന്നിക്കുന്നതിലൂടെ ഭൂമി ലോകത്ത് അതിമനോഹരമായ മനുഷ്യ പരമ്പരകളുടെ ഉൽപ്പത്തി സംഭവിക്കുന്നു എന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസാഇന്റെ 1-ാമത്തെ സൂക്തം നമ്മളോട് വിസ്തരിക്കുന്നുണ്ട്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. അല്ലയോ ജനങ്ങളെ, നിങ്ങളുടെ ഉത്തരവാദിത്വം അല്ലാഹു തആലയെ, നിങ്ങളെ സൃഷ്ടിച്ച രക്ഷിതാവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കലാണ്. ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ആത്മാവിൽ നിന്ന് നിങ്ങളെ അവൻ സൃഷ്ടിച്ചു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, ആ ഒരൊറ്റ ധാതുവിൽ നിന്ന് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചുകൊണ്ട് ഭൂമി ലോകത്ത് അല്ലാഹു തആല സ്ത്രീകളെയും പുരുഷന്മാരെയും ബസ്സ വ്യാപിപ്പിച്ചു. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. അല്ലദീ തസാഅലൂന ബിഹി, ആ അള്ളാഹുവിന്റെ ഏകത്വത്തെയും ആ അള്ളാഹുവിന്റെ ഖുദ്റത്തിനെയും ആ അള്ളാഹു തആലക്ക് വഴിപ്പെട്ടുകൊണ്ട് മനുഷ്യൻ ജീവിക്കേണ്ടതിന്റെ ആവശ്യകത പറഞ്ഞപ്പോൾ അതിനെയും ചോദ്യം ചെയ്ത നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വൽ അർഹാം, രക്തബന്ധങ്ങളെ. അർഹാം എന്ന വാക്ക് സർവ്വസാധാരണമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം, അല്ലാഹു തആലയുടെ പേരിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബന്ധമാണ് രക്തബന്ധം. റഹ്മ എന്ന വാക്കിന്റെ ബഹുവചന രൂപം അർഹാം എന്നുപയോഗിച്ചുകൊണ്ട് കുടുംബ ബന്ധത്തിന്റെ, രക്തബന്ധത്തിന്റെ, അതല്ലെങ്കിൽ മറ്റൊരർത്ഥം റഹ്മ ഗർഭപാത്രം എന്ന ഗർഭാശയം. അർഹാം ഗർഭാശയങ്ങൾ എങ്ങനെ പോയാലും രക്തത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബന്ധം. പക്ഷെ അത് അല്ലാഹു തആലയിലേക്ക് ചേർത്തി വെച്ചുകൊണ്ട് റഹീം, സത്യവിശ്വാസികളോട് ഏറെ കാരുണ്യം കാണിക്കുന്ന അല്ലാഹു തആലയുടെ വിശേഷണങ്ങളിൽ ഖുർആൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച റഹ്മാൻ റഹീം എന്നതിലെ ഈ രണ്ടും, റഹീം പ്രത്യേകിച്ചും പിന്നെ അതിൽ നിന്ന് വലിയ രൂപത്തിലേക്കും ആശയത്തിലേക്കും മാറിയ റഹ്മാനും വരുന്നതോടുകൂടി എന്താണ് കുടുംബത്തിന് ഇസ്ലാമും ഖുർആനും കൊടുക്കുന്ന പ്രാധാന്യമെന്ന് ഇതിൽ പരം ഇനി പറയേണ്ടി വരില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഈ സന്ദർഭത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും നാം നമ്മുടെ കുടുംബത്തിലേക്ക് കണ്ണോടിക്കണമെന്ന് പറയുകയാണ്. കാരണം ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച ഖുർആനിക സൂക്തം ദൃഷ്ടാന്തമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിർത്തിയിട്ട് ഈ ആയത്തിലേക്ക് വരികയായിരുന്നു. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഏറെ ആഗ്രഹിക്കുന്ന, എല്ലാവരും ചെന്നുചേരാനും ആശ്വാസം അനുഭവിക്കാനും സമാധാനം നുകരാനും ആഗ്രഹിക്കുന്ന ഒരു വീടകത്തിന്റെ പേരാണ് കുടുംബം. എന്തിനു വേണ്ടി കുടുംബം? എന്തിനു വേണ്ടി കുടുംബ ജീവിതം? പുതിയ കാലഘട്ടത്തിലെ ഫ്രീ തിങ്കേഴ്സ് അവർക്ക് കുടുംബമൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ട്. പടച്ചു തമ്പുരാനെ തന്നെ തള്ളിപ്പറയുന്നവർക്ക് ആജാതി പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇനി അല്ല, ജീവിതം വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടവളോടൊപ്പം, ഇഷ്ടപ്പെട്ടവനോടൊപ്പം, ഇഷ്ടപ്പെടുന്ന കാലത്തോളം ഇഷ്ടം പോലെ ജീവിക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഞങ്ങൾക്ക് ആവശ്യമെന്ന് കൂടി അവർ ചേർത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലും കൂടിയാണ് നാം ജീവിക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ടവളുടെ കൂടെ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ഞാൻ ഇത്ര കാലം ജീവിക്കാം. എനിക്ക് വിവാഹം വേണ്ട, കുട്ടികൾ വേണ്ട, കുടുംബം വേണ്ട, ബാധ്യതകൾ തീരെ വേണ്ട. ഒരുത്തന്റെ കൂടെ അല്ലെങ്കിൽ ഒരുത്തിയുടെ കൂടെ ജീവിച്ചു മടുക്കുമ്പോൾ അടുത്ത ഒരാളെ തെരഞ്ഞു പിടിച്ച് അവരിലേക്ക് പോകാം. ഇങ്ങനെ തീരുമാനിച്ചവരുമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. പക്ഷേ വിശുദ്ധ ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല
വളരെ പവിത്രതയും പരിപാവനതയുമുള്ള ഒരു ബന്ധവും ജീവിതവുമായിട്ട് കുടുംബ ജീവിതത്തെ പരാമർശിക്കുമ്പോൾ അതിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞു, ലിതസ്കുനു ഇലൈഹ. ആണും പെണ്ണും സ്ത്രീയും പുരുഷനും ചേർന്ന് ജീവിക്കുമ്പോൾ കിട്ടേണ്ടത് സമാധാനമാണ്, സക്കീനത്ത് കിട്ടുക. കുടുംബ ജീവിതത്തിന്റെ മർമ്മം അതാണ്. ആ സക്കീനത്ത് ലഭിക്കാൻ ഇവരെ അള്ളാഹു ചേർത്തി വെക്കുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയല്ല, പ്രധാനമന്ത്രിയുടേതുമല്ല, ഏതെങ്കിലും ലോകരാഷ്ട്രങ്ങളുടേതല്ല. അല്ലാഹു തആല പറഞ്ഞു ലിതസ്കുനു ഇലൈഹ. ആ സമാധാനം നുകരാൻ വേണ്ടി വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. സ്ത്രീ പുരുഷന്മാർക്കിടയിൽ കണ്ടാൽ ഇഷ്ടം, സ്നേഹം, പ്രേമം, കൗതുകം ഒക്കെ വരുന്ന മവദ്ദത്ത് കൊടുത്തു. വറഹ്മ, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചേർന്ന് കഴിഞ്ഞാൽ പിന്നീടുള്ള ജീവിതകാലം ഉടനീളം അവർക്ക് കാരുണ്യം. ഭർത്താവിന് ഭാര്യയെ കാണുമ്പോൾ, ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ഇഷ്ടവും ആനന്ദവും അതിലേറെ പരസ്പരം കാരുണ്യവും അവരിലുണ്ടാകുമ്പോൾ കുടുംബ ജീവിതത്തിന്റെ അടിക്കല്ലുകളായ, ഇമാദുകളായ, തൂണുകളായ, സ്തംഭങ്ങളായ ഈ മൂന്നെണ്ണം ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ അത് ഒരു നല്ല കുടുംബമായി തീരും. സക്കീനത്തും അബദ്ധത്തും റഹ്മത്തും ഇതിലേതെങ്കിലും ഒന്നുണ്ടായിട്ട് കാര്യമില്ല, ഇത് മൂന്നും ചേർന്ന് നിൽക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലേക്ക് കണ്ണോടിക്കുക. എന്തിനാണ് നാം ഇത്രയും നാൾ അധ്വാനിച്ചത്? അധ്വാനിച്ച് തളർന്ന് തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞ് കണ്ണുകൾ കുഴിയിൽ പോയി തലമുടികൾ വെളുത്തു കഴിഞ്ഞ് ക്ഷീണിച്ചവശരായ ആളുകളെ ഈ സദസ്സിൽ കാണുന്നുണ്ട്. എന്തിനു വേണ്ടിയായിരുന്നു ഓടി നടന്ന് വിയർത്തത്? എന്തിനായിരുന്നു കൈകളിൽ കാലുകളിൽ തഴമ്പ് വന്നത്? കുടുംബത്തെ പോറ്റാൻ വേണ്ടി, കുടുംബത്തിന് അധ്വാനിച്ച് സമ്പാദിക്കാൻ വേണ്ടി, കുടുംബത്തിന് എന്റെ അധ്വാന ഫലത്തിൽ നിന്ന് സമാധാനം അനുഭവിക്കാൻ വേണ്ടി ഒക്കെ അദ്ദേഹം ഓടി നടന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് തന്നെ കുടുംബനാഥന്മാരോട് പറയുകയും ചെയ്തു, അർറിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫളലല്ലാഹു ബഅ്ലഹും അലാ ബഅ്ലിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽഗൈബി ബിമാ ഹഫിളല്ലാഹ്. സൂറത്തുൻ നിസാ ആയത്ത് നമ്പർ 34. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ, ഞാൻ ആയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വേഗത്തിൽ പറഞ്ഞു തീർക്കണല്ലോ, അപ്പൊ അതുകൊണ്ട് പറയാണ്, ഇന്ന് നമ്മുടെ കുടുംബങ്ങൾക്ക് നേരത്തെ പറഞ്ഞ സക്കീനത്ത് എന്ന് പറയുന്ന, ചിലപ്പോൾ അബദ്ധത്തും റഹ്മത്തൊക്കെ ഉണ്ടാവും, സക്കീനത്ത് നഷ്ടമായത് മഹാഭൂരിപക്ഷം. ഈ അടുത്ത കാലത്ത് ഒരു ക്യാമ്പയിൻ പ്രോഗ്രാം നടത്തിയിരുന്നു. വളരെ ചെറിയ ദിവസങ്ങളിൽ 10 നാളുകൾ നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിനിൽ പങ്കെടുത്തപ്പോ ഏതാനും കുടുംബങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ സന്ദർഭത്തിൽ ആ ഇണതുണകൾ പങ്കുവെച്ച കാര്യങ്ങൾ ഹൃദയഭേദകമാണ്. എന്ന് പറഞ്ഞാൽ 10, 25, 30 ഒക്കെ വർഷങ്ങളാവാറായി വിവാഹം കഴിഞ്ഞിട്ട്, പക്ഷേ വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ ഉണ്ടായ സ്നേഹവും ബന്ധവും അല്ലാതെ ഇപ്പോൾ ഒരു കിടപ്പറയിൽ കിടന്നുറങ്ങുന്നു, പക്ഷേ രണ്ടുപേരും പരസ്പരം നോക്കാറില്ല. രണ്ടുപേരും പരസ്പരം മിണ്ടിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഭർത്താവിന് ആവശ്യങ്ങൾ എന്തെങ്കിലും ഭാര്യയോട് പറയാനുണ്ടെങ്കിൽ കുട്ടികളെ വിളിച്ച് പറയും, ഭാര്യയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അപ്പോഴും കുട്ടികളെ വിളിച്ചിട്ട് പറയും. രണ്ടുപേരും വലിയ ഉദ്യോഗസ്ഥരാണ്, അവർക്കൊക്കെ രണ്ടുപേർക്കും വരുമാനമുണ്ട്. സാമ്പത്തികമായ മേഖലയിലെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ അല്ല അവരുടെ സമാധാനത്തെ കെടുത്തിക്കളഞ്ഞത്, മറിച്ച് രണ്ടുപേർക്കും രണ്ടുപേരെയും പരിഗണിക്കാനോ തിരിച്ചറിയാനോ സമയമില്ല. ഭാര്യയ്ക്ക് 8 മണിക്ക് ഓഫീസിലെത്തണം, ഭർത്താവിന് 8:30 മണിക്ക് ഇറങ്ങണം. അപ്പോൾ കുട്ടികൾക്ക് അതിനേക്കാളൊക്കെ മുമ്പ് 7:30 മണിക്ക് വീട്ടിൽ നിന്ന് അവരുടേതായ പഠന കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങണം. ഈ കഴിഞ്ഞ കൊറോണ കാലത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച് വീട്ടിലിരുന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഭാര്യ എന്താണെന്നും ഭർത്താവ് എന്താണെന്നും മക്കൾ എന്താണെന്നും കുടുംബം തന്നെ അറിഞ്ഞത്.
അപ്പോഴാണ് അവർക്ക് പരസ്പരം അവരുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങളെ പഠിക്കാനായത്. അപ്പോഴവർ തീരുമാനിച്ചു ആരോടെങ്കിലും ഇതൊക്കെ ഒന്ന് പറയണം, പറഞ്ഞിട്ട് അവരുടെ കുറച്ച് ഉപദേശങ്ങൾ കേൾക്കണം. ഒരു കൗൺസിലർ ആയതുകൊണ്ടല്ല, മറിച്ച് ആരെങ്കിലും ഞങ്ങളുടെ പ്രശ്നങ്ങളും പരാതികളും പ്രയാസങ്ങളും ഒന്ന് ഇരുന്ന് കേട്ട് തരണം എന്നതാണ്. കേട്ട് പഠിച്ചു വന്നപ്പോ എനിക്ക് മനസ്സിലായത് നിങ്ങളോട് പറയാം. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ക്ഷമിക്കണം. ഞാനും എന്നെ ചേർത്തിയാ പറയണത്. പഠിച്ചു വന്നപ്പോൾ ബോധ്യപ്പെട്ട വസ്തുത, അല്ലാഹു തആല സ്ത്രീകളോടും പുരുഷന്മാരോടും അറിവ് നേടാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? നിർബന്ധമാണ്. റസൂലുള്ളാഹിയാണ് പറഞ്ഞത്, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. അറിവ് നേടൽ ആണിനും പെണ്ണിനും മുസ്ലിമായിട്ടുള്ള രണ്ട് കൂട്ടർക്കും നിർബന്ധമാണ്. സൂറത്തു തൗബ 122 ആയത്ത് എന്റെ പ്രിയപ്പെട്ടവർ വീട്ടിൽ പോയിട്ട് നോക്കണം. എല്ലാവരും കൂടി ജിഹാദിന് പോലും പുറപ്പെടേണ്ടതില്ല. നിങ്ങളിൽ നിന്നൊരു സംഘം ദീനിൽ അവഗാഹമുള്ളവരാവാൻ ദീനീ കേന്ദ്രങ്ങളിലേക്ക്, പഠന കേന്ദ്രങ്ങളിലേക്ക് പോകട്ടെ. ബാക്കിയുള്ള ആളുകൾ ജിഹാദിനിറങ്ങട്ടെ. പഠിച്ചു വന്നവർ തിരിച്ചു വരുന്ന, ജിഹാദിന് പോയി തിരിച്ചു വരുന്നവർക്ക് പറഞ്ഞും പഠിപ്പിച്ചും കൊടുക്കട്ടെ. വിദ്യാഭ്യാസത്തിന് അത്രത്തോളം പ്രാധാന്യം കൊടുത്ത ദീൻ സ്ത്രീക്കും പുരുഷനും അത് നിർബന്ധമാണെന്ന് പഠിപ്പിക്കുന്നു. എന്നല്ല, സ്ത്രീകൾക്ക് ദീനുൽ ഇസ്ലാം ഒന്നും വിലക്കിയിട്ടില്ല. സ്വാതന്ത്ര്യമുണ്ട്, തൊഴിലെടുക്കാൻ, സ്വത്ത് സമ്പാദിക്കാൻ, അത് കൈകാര്യം ചെയ്യാൻ. അവൾക്ക് അല്ലാഹു തആലയുടെ നിയമങ്ങൾ പാലിച്ച് ഇഷ്ടമുള്ള മേഖലകളിൽ അള്ളാഹുവിനെ മുൻനിർത്തിയത് ചെലവഴിക്കാൻ ഒരു വിരോധമല്ല. ഞാൻ എന്താ പറയണത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടില്ല, ഞാൻ പറയാം. ഇതിൽ നിന്ന് ബോധ്യപ്പെട്ട, അല്ലെങ്കിൽ ചില കുടുംബങ്ങളുടെ കണ്ണുനീരും പ്രയാസങ്ങളും കേട്ടപ്പോൾ ബോധ്യപ്പെട്ടത്, ചില കുഞ്ഞുമക്കളുടെ പരാതികൾ കേട്ടപ്പോൾ ബോധ്യപ്പെട്ടത്, കുടുംബം കൂടുമ്പോൾ കൂടുതൽ ഇമ്പമുള്ളതായി തീർക്കാൻ ആരാണ് മുൻകൈയെടുക്കേണ്ടത് എന്നതാണ്. അത് ഞാനും പ്രിയപ്പെട്ടവരുമാണ്. ഒരു കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ ഒരു സ്ത്രീ വിചാരിച്ചാൽ നടക്കുന്ന അത്ര ഒരു പുരുഷൻ വിചാരിച്ചാൽ നടക്കുകയില്ല. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ശഅബൻ ത്വയ്യിബൽ അറാഖി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനും പഠിപ്പിച്ചതാ. മഹാകവി ഹാഫിൽ ഇബ്രാഹിം അദ്ദേഹത്തിന്റെ കവിതാശകലങ്ങളിലും ഉൾപ്പെടുത്തിയതാ. ഒരു സ്ത്രീ കുടുംബത്തിന്റെ വിദ്യാലയമാണ്. അവൾ ശ്രമിച്ചാൽ ഒരു കരുത്തുറ്റ തലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. ആ സ്ത്രീ അതിന് സമയം കണ്ടെത്താതെ അവൾ ജോലി സ്ഥലത്തേക്ക് ഓടുകയാണ്. കഴിച്ചിട്ടില്ല പാവം. ചിലപ്പോ ബാഗിൽ വെക്കാനുള്ള ഭക്ഷണവും വെള്ളവും പോലും മറന്നാണ് ഓടാറുള്ളത്. കുട്ടികൾ കഴിച്ചോ കുടിച്ചോ, അവർ യൂണിഫോം അന്നത്തെ ദിവസത്തേക്ക് നിശ്ചയിച്ച യൂണിഫോം ആണോ ഇട്ടത്, അവർ ടൈം ടേബിൾ നോക്കിയോ പുസ്തകം എടുത്തോ, ഇതൊന്നും നോക്കാൻ ഒഴിവില്ല. ഭർത്താവിന്റെ കാര്യങ്ങളെ പരിചരിക്കാനും ശ്രദ്ധിക്കാനും ഏൽപ്പിക്കപ്പെട്ടവളാണ് പെണ്ണ്. അപ്പോൾ പുതിയ കാലഘട്ടത്തിലെ പുതുതലമുറ ചോദിച്ചു, എന്തേ ഞങ്ങൾക്ക് അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം കിട്ടാത്തത്? ഞങ്ങളും അങ്ങനെ തന്നെ ഉള്ളവരല്ലേ? എന്തേ ആണിനും പെണ്ണിനും വല്ല വ്യത്യാസവും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട് നാം മനസ്സിലാക്കേണ്ടത്. ആണിനുള്ള സ്വാതന്ത്ര്യം പെണ്ണിനുണ്ട്, അവിടെ ഒന്നും യാതൊരു കുറവുമില്ല. പക്ഷെ പെണ്ണ് എന്താണ്, ആരാണ്, എന്തിനു വേണ്ടി എന്നത് ശ്രദ്ധിക്കപ്പെടാതെയാണ് ഇവൻ തെങ്ങ് കയറിയാ എനിക്കും തെങ്ങും കയറണം, ഇവ KSRTC ആണ് ഓട്ടണതെങ്കിൽ ഞാനും അതിന്റെ ഡ്രൈവർ ആകണം, ഇവര് കണ്ടക്ടർ ആകുകയാണെങ്കിൽ എനിക്കും കണ്ടക്ടർ ആകണം. അങ്ങനെ ഉദ്യോഗ മേഖലകളിൽ ഉൾപ്പെടെ, തൊഴിൽ മേഖലകളിൽ ഉൾപ്പെടെ ഒപ്പത്തിനൊപ്പം സ്ത്രീകളുടെ മുന്നേറ്റം ഉണ്ടായപ്പോ കുടുംബം ഒരു വഴിയെ നമുക്ക് നഷ്ടമാവുകയായിരുന്നു. പലർക്കും പരാതി ഉണ്ടാവും ഞാനിത് പറയുമ്പോ. പെണ്ണുങ്ങളെ നിങ്ങൾ താഴോട്ട് കൊണ്ടുവരികയാണോ, പെണ്ണുങ്ങളെ പുറകോട്ടേക്ക് ആക്കുകയാണോ എന്നൊക്കെ ചോദിക്കാനുണ്ടാവും. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, നിങ്ങളും ഞാനും പിന്നിൽ നിൽക്കണമെന്നല്ല, അവശ്യഘട്ടങ്ങളിൽ പെണ്ണ് മുന്നിലെത്തണം. പക്ഷെ പഠിക്കുന്നവരൊക്കെ ഉദ്യോഗം ഭരിക്കണം, തൊഴിലെടുക്കണം, സമ്പാദിക്കണം എന്ന വാശിയാണ് മാറ്റേണ്ടത്. തന്റെ ഭർത്താവിന്റെ വരുമാനം
തന്റെ കുടുംബത്തിന്റെ ജീവിത ചെലവുകൾ രണ്ടറ്റവും ചേർത്തി വെച്ച് കൊണ്ടുപോകാൻ കഴിയാത്തത്ര കുറവാണെങ്കിൽ ആ ഭർത്താവിനെ സഹായിക്കാൻ, ആ മക്കളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ, ഒരു വീട് കെട്ടാൻ, അവർക്ക് തുണി വാങ്ങാൻ ഒക്കെ തന്റെ ഇണയെ സഹായിക്കുക എന്ന നിലക്ക് ഭാര്യ പുറത്തു പോണം, പണിയെടുക്കണം. പക്ഷെ അപ്പോഴും അവരിരുവരും കൂടിയാലോചിക്കണം. തന്റെ കുട്ടികളെ, തങ്ങളുടെ മക്കളുടെ സംസ്കാരവും അവരുടെ ശിക്ഷണവും ആരാണ് ഏറ്റെടുക്കുക? മാതാവിൽ നിന്ന്, പിതാവിൽ നിന്ന് കിട്ടേണ്ട സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നത് ചിന്തിക്കണം എന്ന് മാത്ര പറഞ്ഞത്. ഒരു സ്ത്രീക്കും ദീനുൽ ഇസ്ലാം നൽകിയ ഒരു അവകാശത്തെയും തടഞ്ഞുകൊണ്ടോ അതിനെ മാറ്റി നിർത്തിക്കൊണ്ടോ പറയുകയല്ല, മറിച്ച് ഞാൻ ഓതി വെച്ച സൂക്തം അതിലേക്ക് തന്നെ തിരിച്ചു വരട്ടെ. സൂറത്തുൻ നിസാ 34, അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫളലല്ലാഹു ബഅലഹും അലാ ബഅദ്. ചിലർക്ക് ചിലരേക്കാൾ അല്ലാഹു തആല ചില ഫളലുകൾ, ചില ശ്രേഷ്ഠതകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പുരുഷന്മാരാണ് സ്ത്രീകളുടെ മേൽനോട്ടക്കാർ. കുടുംബത്തിനകത്ത് സ്ത്രീകളുടെ മേൽനോട്ടക്കാർ പുരുഷന്മാരാണ്. അതെന്താ കാരണം? അവർക്ക് അല്ലാഹു അതിനുള്ള ചില ഫളലുകൾ കൊടുത്തിട്ടുണ്ട്. ശരീരപ്രകൃതി അനുസരിച്ച് അവരുടെ അധ്വാനശീലം വെച്ചുകൊണ്ട് പുരുഷന് സാധിക്കുന്ന അതൊന്നും സ്ത്രീക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. അങ്ങനെ അല്ലല്ലോ സൃഷ്ടിച്ചതും. സൃഷ്ടിപ്പിൽ തന്നെ കാര്യമായ അന്തരമുണ്ട്. ഗർഭധാരണം, പ്രസവം, പാലൂട്ടൽ, മക്കളെ വളർത്തൽ, കുടുംബത്തിൽ സമാധാനം നിലനിർത്തൽ, ഇതാണ് ഒരു സ്ത്രീയുടെ മുഖ്യമായ ബാധ്യത. മുഖ്യമായ ബാധ്യതയെ മാറ്റിവെച്ചിട്ട്, അഥവാ ഫറൾ ഒഴിവാക്കിയിട്ട് സുന്നത്തെടുക്കുന്ന മാതിരിയാണ് ഇപ്പൊ ആളുകൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കുറച്ച് കൂടിപ്പോയി എന്നതുകൊണ്ടാണ് ഇന്ന് മുക്കിലും മൂലയിലും ഒക്കെ കൗൺസിലിംഗ് സെന്ററുകളാ, എല്ലാവർക്കും പ്രശ്നങ്ങളാ. PMA ഗഫൂർ എന്തേ അതിൽ പറഞ്ഞു എന്ന് നോക്കുക. വേറെ ചിലവര് യൂട്യൂബ് എടുത്തിട്ട് എനിക്കുള്ള പ്രശ്നം ഇത് വേറെ ആർക്കെങ്കിലും ഉണ്ടോ, ഇതിൽ വല്ല ക്ലാസ്സോ പിന്നെ വഴികളോ പറഞ്ഞിട്ടുണ്ടോ നോക്കുക. എന്നിട്ട് അവസാനം അത് കണ്ടിട്ട് ഭ്രാന്തായിരിക്കുക ആളുകൾക്ക്. എന്തൊക്കെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ? എന്താണ്? വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, പുരുഷന്മാരാണ് സ്ത്രീകൾക്കുള്ള സ്വത്ത് ചെലവഴിക്കേണ്ടവർ. കൈകാര്യകർത്തൃത്വം പുരുഷനാണ്. സാമ്പത്തികമായ ചെലവ് ഉണ്ടാക്കേണ്ടതും അത് വിനിയോഗിക്കേണ്ടതും പുരുഷന്റെ ബാധ്യത. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഒരു പെണ്ണ് എന്തുകൊണ്ട് കുടുംബത്തിലേക്ക് അരിയും തുണിയും വാങ്ങിയില്ല എന്ന് ചോദിച്ച് ഒരാളും പരലോകത്ത് നിങ്ങളോട് ചോദ്യത്തിന് വരില്ല. എന്നോടും അല്ലാഹു തആല ചോദിക്കൂല, എന്തുകൊണ്ട് സഹോദരി നീ നിന്റെ കുടുംബത്തിന്റെ ഉപജീവന മാർഗത്തിന് അധ്വാനിച്ചില്ല, എന്തേ നീ വീട് കെട്ടിയില്ല, എന്തേ നീ ഇങ്ങനെ പണിയെടുത്തില്ല എന്ന് ചോദിക്കൂല. മറിച്ചോ നമ്മുടെ ഇണകളോട് അല്ലാഹു തആല ചോദിക്കും. അത് ശക്തമായ ചോദ്യവുമാണ്. കാരണം അവരെ വിശുദ്ധ ഖുർആൻ നേരിട്ട് നമ്മളോട് സംവദിക്കുക. അവർക്കാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽനോട്ടാധികാരം. അത് കുടുംബ ജീവിതത്തിൽക്കുള്ളതാ. ബാക്കി എവിടെ ഇപ്പൊ ഓഫീസിലൊക്കെ പോയാൽ ചിലപ്പോൾ പെണ്ണുങ്ങളായിരിക്കും ഉയർന്ന കസേരയിൽ ഉണ്ടാവുക. അവിടെ ഒന്നും അത് ബാധിക്കുന്നില്ല. കുടുംബത്തിനകത്ത ആ ആയത്ത് ബാക്കി വായിക്കൂ. ഫസ്വാലിഹാതു, ഏറ്റവും നല്ല സ്ത്രീകളാരാ? ഖാനിതാത്തുൻ, അനുസരണമുള്ളവർ, വിനയമുള്ളവർ, വണക്കമുള്ളവർ. ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, അല്ലാഹു സൂക്ഷിക്കാൻ പറഞ്ഞതൊക്കെ ഭർത്താവിന്റെ അഭാവത്തിലും സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നവർ. ആധുനിക കാലഘട്ടത്തിലെ സ്ത്രീക്ക് ഇതിന് സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് അസമാധാനമാണ് കുടുംബത്തിലുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലൗ അമർതു അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ, അല്ലാഹ് പറഞ്ഞതാ റസൂലിനോട്, ലൗ അമർതു ലി അഹദിൻ അൻ യസ്ജുദ ലി അഹദിൻ, ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ, ലൗ അമർതു അൻ യസ്ജുദ ലി അഹദിൻ, ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ, സൃഷ്ടികളിൽ നിന്ന് ആർക്കെങ്കിലും പ്രണമിക്കാൻ, സാഷ്ടാംഗം ചെയ്യാൻ അനുവാദം കൊടുക്കുകയായിരുന്നുവെങ്കിൽ ല അമർത്തുൽ മർഅത അൻ യസ്ജുദ ലി സൗജിഹ, പെണ്ണിനോട് അവളുടെ ഭർത്താവിന് സുജൂദ് ചെയ്യണമെന്ന് ഞാൻ പറയായിരുന്നു. ഇന്ന് ഇതിനൊക്കെ എതിർ ചോദ്യങ്ങളുണ്ട് കേട്ടോ. എന്തൊക്കെ ചോദ്യങ്ങളാണെന്ന് അറിയാം, എന്നിപ്പോ പറയാം, അതൊന്നും ഞാനിവിടെ എടുത്തിടുന്നില്ല. അത്രത്തോളം ഭർത്താവിനോട് ഭാര്യ കടപ്പെട്ടതുകൂടി എന്തുകൊണ്ടാണ്?
ഇവളുടെ സുരക്ഷയും ഇവളുടെ കാവലും ഇവൾ തനിക്ക് നൽകിയ ആനന്ദവും സന്തോഷവുമാണ് അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്തും അദ്ദേഹം എവിടെ പോകുന്നിടത്തും മനസ്സിൽ വല്ലാതെ ആഗ്രഹിക്കുന്നത്. ജോലിയൊന്നും കഴിഞ്ഞ 5 മണിക്ക് ഓഫീസ് കഴിഞ്ഞിട്ട് വേണം ഇവളുടെ അടുത്ത് വരാൻ എന്ന വല്ലാത്ത വെമ്പലോടെയാണ് നമ്മുടെ ഇണകൾ ജോലി സ്ഥലങ്ങളിൽ പോകുന്നത്. അങ്ങനെയാണോ നമ്മളെ വീട്ടിൽ നിന്ന് പോണത്? നാം ആലോചിക്കണം. പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തിയും പാലിച്ചും ഏറ്റവും നല്ല വിശിഷ്ടമായൊരു കുടുംബത്തിന്റെ സൃഷ്ടി നടത്തുക എന്ന ബാധ്യത ഈ പെണ്ണിനെ, അതാണ് അവളെ ഏൽപ്പിച്ചത്. ആകെ തണലത്തിരുന്നിട്ട് AC വേണമെങ്കിൽ ഓൺ ചെയ്യാം ഉണ്ടെങ്കിൽ, ഫാൻ ഇടാ ഉണ്ടെങ്കിൽ, അതല്ല വീടെന്നല്ല ഒരു മരച്ചുവട്ടിലാണോ കാറ്റും വെളിച്ചവും കണ്ട് തന്റെ കുഞ്ഞുങ്ങളെ ചേർന്നിരുന്ന് താലോലിച്ചും പഠിപ്പിച്ചും സംസ്കാരം പകർന്നു കൊടുത്തും അവളാണ് വളർത്തി വലുതാക്കുന്നത്. ജോലിക്ക് പോയ ആൾക്കോ അത് ആലോചിക്കുമ്പോൾ ഒരു സ്വസ്ഥതയും സമാധാനവും. ആ നിലക്ക് കുടുംബത്തിനകത്തുനിന്ന് മൂല്യങ്ങൾ പ്രവഹിക്കപ്പെടണം. കുടുംബത്തിനുള്ളിൽ നിന്ന് മൂല്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടണം. കുടുംബത്തിൽ ഉണ്ടാകേണ്ട ശാന്തി, സമാധാനം, കാരുണ്യം, സ്നേഹം, അതിനപ്പുറം നീതി, പരസ്പര ബോധം, സഹവർത്തിത്വ മനസ്സ്, ക്ഷമിക്കാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ ഒക്കെയുള്ള ഒരുപാട് സൽഗുണങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതെല്ലാം ഇവിടെ നിന്നാ കിട്ടേണ്ടത്, വീട്ടിനകത്ത് നിന്ന്. അങ്ങനെയുള്ള വീടുകളിൽ നിന്ന് ആ കൊച്ചു കൊച്ചു യൂണിറ്റുകൾ കൂടിച്ചേരുമ്പോൾ വളരെ നല്ല മൂല്യബോധവും സംസ്കാരവും കാത്തുസൂക്ഷിക്കുന്ന ഒരു നല്ല സമൂഹം ഉണ്ടാകുമെന്നാണ്. അങ്ങനെ സമൂഹം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് ഞമ്മക്കാർക്കും പെരയിലിരിക്കാൻ നേരല്ല. പിന്നെ എവിടുന്നാ നമ്മളത് കരുത്തുറ്റ സമൂഹം ഉണ്ടാക്കുക? കാവലുള്ളൊരു സമൂഹത്തെ നമ്മൾ എവിടെ നിന്നുണ്ടാക്കും? ഇപ്പൊ അതുകൊണ്ട് എന്താ സംഭവിച്ചത്? നമസ്കരിച്ചിട്ടില്ലെങ്കിലും കുടുംബത്തിലുള്ള കുട്ടികൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അതൊരു വലിയ ബാധകമാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. ആരാധനാനുഷ്ഠാനങ്ങൾ നിർവഹിക്കപ്പെടുന്നിടത്ത് പോലും അവയുടെ സൽഫലങ്ങൾ കുടുംബത്തിൽ അനുഭവിക്കാൻ കഴിയുന്നില്ല. ഉദാഹരണത്തിന് 5 നേരം നമസ്കരിച്ചിട്ടും വൃത്തികേടുകളും മ്ലേച്ഛവൃത്തികളും വെറുക്കപ്പെട്ടതും ചെയ്തു കൂട്ടുന്നവരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കുടുംബത്തിലുള്ളവർ. ഞാൻ ആക്ഷേപിക്കുകയല്ല. ഒറ്റയ്ക്കിരുന്നാൽ മൊബൈൽ ഫോൺ എടുത്ത് അതിനുള്ളിൽ നിന്ന് അവർ കാണുന്നതും കേൾക്കുന്നതും എന്താണെന്ന് സ്വകാര്യമായിട്ട്, ആര് ചെറുപ്പക്കാരൊന്നല്ല, വലിയ ആളുകൾ വരെ അശ്ലീലതകളുടെ പിന്നാലെ പോകുന്ന നല്ലൊരു കൂട്ടം കുടുംബനാഥന്മാരും കുടുംബനായികമാരുമുണ്ട്. ഒരു സഹോദരി പറയാ, കിടപ്പറയിൽ ചെല്ലും, ഭർത്താവ് ഇങ്ങോട്ട് തിരിഞ്ഞു കിടന്നിട്ട് മൊബൈൽ ഫോണിൽ ഇങ്ങനെ അദ്ദേഹത്തിന് വേണ്ട നോക്കുന്നുണ്ടാവും. ഇവരും ചെല്ലും, അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞ് ഇവർ ചെല്ലുമ്പോ ഇവരും അങ്ങേ സൈഡിലേക്ക് തിരിഞ്ഞു കിടന്നിട്ട് അവരും അവരെ മൊബൈൽ എടുക്കും. എന്നിട്ട് അവരും അത് നോക്കിക്കൊണ്ടിരിക്കും. രണ്ടുപേരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഉണങ്ങി വരേണ്ട കിടപ്പറകളായിട്ട് നമ്മുടെ കിടപ്പറകൾ മാറിയിരിക്കുകയാണ്. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് സന്തുഷ്ട കുടുംബം വേണം, അല്ലേ? ഇസ്ലാമിക സംസ്കാരത്തെ ചേർത്തി വെച്ച ഒരു കുടുംബം നമുക്ക് വേണം, അല്ലേ? എങ്കിൽ അതിനാണ് ഖുർആൻ വന്നത്. നമ്മളെ കുടുംബത്തിൽ ഈ പറഞ്ഞ മൂല്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ലാത്തിടത്ത് പരാജയം ഏറ്റുവാങ്ങിയിട്ട് ഇനിയിപ്പം അങ്ങോട്ട് പോട്ടെ, എന്തായാലും മക്കൾ 2 ആയല്ലോ 3 ആയല്ലോ, ഇനിയിപ്പൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെ പറയുന്ന കുടുംബനാഥന്മാരും കുടുംബനായികമാരുമുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വേദം അഷ്റഫുൽ ഖൽഖ് ഹജ്ജത്തുൽ വിദാഇൽ വിട പറയുമ്പോൾ പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ, നിങ്ങൾക്ക് മുന്നിൽ 2 കാര്യം ബാക്കി വെച്ചുകൊണ്ടാ ഞാൻ പോകുന്നത്. ലൻ തളില്ലു മാ തമസ്സക്തും, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ പഴിച്ചുപോകില്ല. അതെന്താണ്? ബിഹിമാ, അവ രണ്ടും, ഒന്ന് കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബാണ്, വസുന്നത റസൂലിഹി, അവന്റെ റസൂലിന്റെ ചര്യയുമാണ്. ഇത് രണ്ടും മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞിടത്ത് കുടുംബജീവിതത്തിന്റെ ഖുർആനിക വശങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര ഖത്തം തീർത്തോരാ നമ്മളിലെ കുടുംബജീവിതത്തിന്റെ ഖുർആനിക വശം നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ഖുർആനിന്റെ വ്യാവഹാരിക വിധികളിൽ 1/3 പൂർണ്ണമായും കുടുംബത്തിന് വേണ്ടിയാ. വിവാഹം, വിവാഹമോചനം, പ്രസവം, ഗർഭധാരണം, പ്രസവം, പാലൂട്ടൽ, വിവാഹമോചിതയുടെ ഇദ്ദ, ഭർത്താവ് മരണപ്പെട്ട പെണ്ണിന്റെ ഇദ്ദ, അങ്ങനെ തുടങ്ങി
അപ്പൊ പുതിയ തലമുറ ചോദിക്കും, എന്തേ ആണുങ്ങൾ ഇദ്ധരിക്കാത്തത് ഭർത്താവ് മരിച്ചാല്? എന്തേ അവർക്ക് ഇതൊന്നും ഇല്ലാത്തത്? ഇത് പെണ്ണുങ്ങളോടുള്ള വിവേചനം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അവിടേക്ക് ഞാൻ ആ നേരത്തെ പറഞ്ഞ ഒറ്റൊന്നേ വേണ്ടു, നമ്മളെ മനസ്സ് സമാധാനാകാൻ. നമ്മൾ ആരെ സ്നേഹിക്കണത്? അല്ലാഹു തആലയെ. അല്ലാഹു തആലയല്ലേ നമുക്ക് ഈ നിയമങ്ങൾ തന്നത്? പിന്നെ എന്തിനാ നമ്മളത് മാറ്റാൻ ശ്രമിക്കണത്? ഏറ്റവും നല്ല സ്ത്രീ ഏറ്റവും നന്നായി അനുസരിക്കുന്നവളാണ് എന്ന് പറഞ്ഞ ആ സ്വാലിഹാത്തുകളിൽ ഉൾപ്പെടാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടുള്ളൂ. അപ്പൊ ഇരിക്കേണ്ടത്, പാലൂട്ടേണ്ടത്, പിന്നെ പ്രസവത്തിന്റെ കണക്കുകള്, പിന്നെ വിവാഹം ആരെയൊക്കെ ചെയ്യാം, ഏതെല്ലാം സഹോദരിമാരെ വിവാഹം ചെയ്തുകൂടാ, ഇങ്ങനെ തുടങ്ങി എല്ലാം കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട വിധികളാണ് ഖുർആനിന്റെ വ്യാവഹാരിക വിധികളിൽ, നിയമങ്ങളിൽ 3-1 എപ്പോഴും നമ്മൾ ചിലപ്പോൾ പ്രസംഗങ്ങളിൽ കേൾക്കുന്നതാ. മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് നമസ്കാരം, അല്ലെ? മനുഷ്യൻ അവന്റെ തടി കൊണ്ട് ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമലാണ് നമസ്കാരം. നമസ്കാരത്തിൽ സുബ്ഹിന് എത്ര റക്അത്താണെന്ന് നിങ്ങൾ ഖുർആൻ എവിടെ തെരഞ്ഞാലും കാണൂല, അല്ലേ? രാവിലത്തെ ആ നമസ്കാരത്തിന് എന്തൊരു ഭക്തിയാണ്, പക്ഷെ ഖുർആനിലില്ല. എന്തിന്? നമസ്കാരത്തിൽ അല്ലാഹു തആലയോടൊരു ദാസൻ ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിലൂടെയാണ്. ഒരു മനുഷ്യനെ അല്ലാഹുവിലേക്ക് ഏറ്റവും നന്നായി അടുപ്പിക്കുന്ന നമസ്കാരത്തിലെ അമലാണ് സുജൂദ്. അതിലെന്താ ചൊല്ലേണ്ടത്? ഖുർആൻ ഒരു വട്ടം ഓതി നോക്കിയും കാണൂല. അതേ ഖുർആനാണ് എന്റെ പ്രിയപ്പെട്ടവരെ ദമ്പതിമാരുടെ പ്രാർത്ഥന അതിൽ എഴുതി ചേർത്തത്. സൂറത്തുൽ ഫുർഖാൻ ആയത്ത് നമ്പർ 74 ഓതി നോക്കൂ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് നീ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും മക്കളുടെ മക്കൾ ദുർരിയാത്തിൽ എല്ലാരും പെട്ടു, മക്കളും വരുന്നൊക്കെ ഞങ്ങൾക്ക് എന്ത് വേണമെന്നാ തേടുന്നത്? 5 നേരവും നമസ്കാരാനന്തരം തേടുകയാണ്, ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണം. എന്നിട്ടോ രണ്ടാമതൊരു കാര്യം കൂടിയും പറയുന്നുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും അങ്ങനെയുള്ള കുടുംബത്തിന്റെ നാഥരാകാൻ, നായികമാരാകാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ എന്ന് മാത്രം നിങ്ങളോട് ചോദിച്ചാൽ മതി. നിങ്ങളോടാ ചോദിക്കേണ്ടത്. ഏതാ രണ്ടാമത് പറഞ്ഞത്? വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. പടച്ചവനെ, ഞങ്ങളെ മുത്തഖീങ്ങളുടെ ഇമാമാക്കണേ. ഭാര്യമാരിൽ നിന്ന്, മക്കളിൽ നിന്ന്, ഭർത്താക്കന്മാരിൽ നിന്ന്, മക്കളിൽ നിന്ന് കൺകുളിർമ തരണേ എന്ന് ആണും പെണ്ണും ഇത് പ്രാർത്ഥിക്കുമ്പോൾ അതാണല്ലോ അതിന്റെ മീനിങ്. പിന്നെന്തിനാ അതിൽ മുത്തഖീങ്ങളെ ഇമാമാക്കാൻ പറഞ്ഞപ്പോ ആരാ മുത്തഖീങ്ങളാവേണ്ടത്? കുടുംബത്തിലുള്ളവരാ, നമ്മളെ പെരയിലുള്ളവരാ, നമ്മളെ വീട്ടിന്റെ ഉള്ളിലുള്ള നമ്മുടെ മക്കളും മരുമക്കളും പേരക്കിടാങ്ങളും ആരൊക്കെ നാം അധ്വാനിച്ച ഭക്ഷണം കഴിക്കുന്നവരായിട്ട് ആ വീട്ടിലുണ്ടോ അവരെല്ലാവരും ആരാവണം? മുത്തഖീങ്ങളാകണം. നാട്ടുകാരെ കുറിച്ചല്ല പറഞ്ഞത്, അത് വീട്ടുകാരെ കുറിച്ചാ പ്രത്യേകം അണ്ടർലൈൻ ചെയ്യേണ്ടതാ. അങ്ങനെയുള്ള കുടുംബാംഗങ്ങൾ താമസിക്കുന്ന കുടുംബത്തിലെ ബാപ്പയാകണം, ഉമ്മയാകണം, വല്യുപ്പയാകണം, വല്യുമ്മയാകണം. ആരാണോ നായകത്വം കൊടുക്കുന്നത് അവരതാകണം. അവരെ കീഴിലുള്ള എല്ലാവരും നല്ല ഈമാനുള്ള തഖ്വയുള്ള, നേരത്തെ അതിന്റെയൊക്കെ വിശദീകരണോട് പറഞ്ഞു കഴിഞ്ഞു എന്താണ് തഖ്വ എന്നൊക്കെ. ആ നിലക്ക് നമ്മുടെ സന്താന പരമ്പരകൾ എത്തിയിട്ടുണ്ടോ? നമ്മുടെ ഇണകളെ കുറിച്ച് ആ നിലക്ക് നമുക്ക് സമാധാനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇസ്ലാമിന്റെ കുടുംബജീവിതം. ഇസ്ലാമിന്റെ കുടുംബജീവിതം, ഖുർആൻ അനുശാസിക്കുന്ന മൂല്യങ്ങൾ കുടുംബജീവിതത്തിൽ ഓരോ മെമ്പറും പാലിക്കുക എന്നുള്ളതാ. അല്ലാതെ ഇത് എത്ര പ്രസംഗിച്ചിട്ട് എന്താ കാര്യം? ഇത് പാലിച്ചേ പറ്റൂ, പാലിച്ചാലേ ഉണ്ടാവൂ. കുലു അഷ്റബു അലാ തുസ്രിഫു എന്ന് ഖുർആനിൽ നമ്മളൊരു ആയത്തോതനുണ്ടെങ്കിൽ നമ്മളെ തീറ്റയും കുടിയും എന്തായിരിക്കണം? അമിതമാകാതിരിക്കണം. കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും. ഖുർആന്റെ ഒരു വിധിയിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നല്ലത് നിങ്ങൾ കഴിക്കും. ഖുർആന്റെ ശാസനയാണ്. അല്ലാഹ് പറഞ്ഞതനുസരിച്ച് വൃത്തിയുള്ളതും ഹലാലായതും, അതാണല്ലോ ത്വയ്യിബ്. വൃത്തിയുള്ളതും ഹലാലായതുമായ ഭക്ഷണം അത് കഴിക്കണം. അതിന് നമ്മൾ തയ്യാറല്ലെങ്കിൽ പിന്നെ എങ്ങനെ നമുക്ക് കുടുംബത്തിന്റെ ജീവിതം ഇസ്ലാമികമാക്കാൻ പറ്റുക? അതുകൊണ്ട്
അധ്വാന മേഖലകളിൽ, വരുമാന സ്രോതസ്സുകളിൽ ഒന്നും അല്ലാഹു തആലയുടെ അനിഷ്ടം കേറിയിട്ടില്ല എന്ന് തീരുമാനിക്കാൻ കുടുംബിനിക്കാണ് സാധിക്കേണ്ടത്. കുടുംബനാഥൻ ചിലപ്പോൾ ധാരാളം അങ്ങ് കൊണ്ടുവന്ന് തരും. ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ വീടിന്റെ വാതിൽക്കൽ കാത്തുനിന്നിട്ട് അദ്ദേഹം കൊണ്ടുവരുന്ന ബാഗും സഞ്ചിയും കവറുമൊക്കെ വാങ്ങിയിട്ട് അല്ലാഹു തആല എന്റെ ഇണയ്ക്ക് അദ്ദേഹത്തിന്റെ വരുമാന മാർഗങ്ങളിൽ വർധനവ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബിനിയെയാണ് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. അതാണ് ഇസ്ലാമിക കുടുംബം. വീട്ടുവാതിൽക്കൽ തന്റെ ഇണയുടെ വരവ് കാത്തുനിന്നിട്ട് അദ്ദേഹം കൊണ്ടുവരുന്നതിനെ, നമ്മൾ മോഡേൺ കാലഘട്ടത്തിലല്ലേ ജീവിക്കുന്നത്, ഭർത്താവിന് ഈ പ്രശ്നമല്ല, ഭാര്യയ്ക്ക് അതിന് ഒഴിവുമില്ല. ആലോചിച്ച് നോക്കൂ. ഇതൊന്നും ഇനി അങ്ങനെയുള്ളൊരു ജീവിതമൊന്നും നമ്മുടെ മക്കൾക്ക് മുന്നിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. പലയിടത്തും ഇണകൾ തന്നെയല്ല. എന്റെ പ്രിയപ്പെട്ടവർക്കത് അറിയാം. ആരെയാണ് ഖുർആൻ ഇണകളെന്ന് പരിചയപ്പെടുത്തിയത്? 40 മിനിറ്റ് അല്ലേ, കഴിഞ്ഞാ പറയണം കേട്ടോ. ആരെയാണ് വിശുദ്ധ ഖുർആൻ അസ്വാജികൾ എന്ന് പരിചയപ്പെടുത്തിയതെന്ന് ഖുർആൻ ഓതുമ്പോ നമുക്ക് ബോധ്യപ്പെടും. ഭർത്താവിന്റെ അതേ ആദർശവും ഭർത്താവിന്റെ അതേ ലക്ഷ്യവും ഭർത്താവിന്റെ മാർഗവും തെരഞ്ഞെടുത്ത അതേ ഇണയായിരിക്കണം ഈ മനുഷ്യന് കിട്ടുന്നത്. അപ്പോഴേ അസ്വാജികളാവുള്ളൂ. അതല്ലെങ്കിൽ ഭാര്യ സ്വീകരിച്ച അതേ ആദർശം, അതേ ലക്ഷ്യം, അതേ മാർഗം, അതേ പ്രവർത്തനം ഇതൊക്കെ ഭർത്താവിനുണ്ടാവുക. അവരെ മാത്രമേ ഖുർആൻ ഇണകൾ എന്ന് പരിചയപ്പെടുത്തിയിട്ടേ ഉള്ളൂ. പ്രത്യേകം പഠിക്കണം. വിശുദ്ധ ഖുർആനിലെ ഇണകൾ രണ്ടുപേരും ഏകനായ അല്ലാഹുവിൽ വിശ്വാസം ഉറപ്പിച്ചവരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമായി സ്വീകരിച്ചവരും മരണാനന്തരം ഞങ്ങളുടെ അമലുകൾ ചോദ്യം ചെയ്യുമെന്നും അതിനുശേഷം ഞങ്ങൾക്ക് രക്ഷാശിക്ഷകൾ തീരുമാനിക്കപ്പെടുമെന്നും നന്മ ചെയ്തവർക്ക് സ്വർഗവും തിന്മ ചെയ്തവർക്ക് നരകവും അല്ലാഹു തആല വിധിക്കുമെന്നും ഉള്ള അടിസ്ഥാന വിശ്വാസം രണ്ടുപേർക്കും ഒരുപോലെ ഉണ്ടാവണം. ആ വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് അമലുസ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കണം. അവരെ ഇണകളാവുകയുള്ളൂ എന്നതാണ്. ആ ഇണകളെയാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. എന്തുകൊണ്ട്? സൂറത്തു തഹരീം അവസാന ഭാഗത്തെ 3 ആയത്തുകൾ നിങ്ങൾ നോക്കൂ. സൂറത്തു തഹരീമിലെ 2 ആയത്തിലാണ് വിഷയമുള്ളത്. ലറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെയും നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ഭാര്യമാരെ ഖുർആൻ നിഷേധികളായ മനുഷ്യർക്ക് ഉദാഹരണമായി കാണിക്കുന്നു. അവിടെ എന്താ ഉപയോഗിച്ചറിയ? ഇംറഅത്ത് പെണ്ണ. അവിടെ ഇണാന്ന് അതിനർത്ഥമില്ല, സ്ത്രീ എന്നേ അർത്ഥമുള്ളൂ. തൊട്ടടുത്ത ആയത്ത്, എന്റെ 5 മിനിറ്റായി ചുരുക്കി കിട്ടിയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തൊട്ടടുത്ത ആയത്ത് ലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ, അവിടെ ഫിർഔന്റെ പെണ്ണ് എന്നാ ഉപയോഗിച്ചത്. കാരണം എന്താ? അപ്പുറത്ത് നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാർ അള്ളാഹുവിനെ ഏകനായി അംഗീകരിച്ചവരോ ആ ആദർശമാർഗത്തിൽ ജീവിക്കുന്നവരോ ആയിരുന്നില്ല, അവർ ഇണകളായില്ല. ഇവിടെ ഫിർഔൻ ആസിയാ ബീവി സ്വീകരിച്ച ആദർശവും ലക്ഷ്യവും സ്വീകരിച്ച വ്യക്തിയായിരുന്നില്ല. അതുകൊണ്ട് ഇവിടെയും ഇണയായില്ല. അതേസമയം നേരത്തെ ഞങ്ങൾ ശ്രദ്ധപ്പെടുത്തി, സ്വർഗലോകത്ത് അള്ള മനുഷ്യനെ സൃഷ്ടിച്ച് ആദ്യത്തെ മനുഷ്യനെ താമസിപ്പിച്ചപ്പോ തന്നെ അവിടെ പ്രയോഗിച്ച പ്രയോഗം യാ ആദമുസ്കുൻ അൻത വസൗജുക എന്നാണ്. ആദം നബിയുടെ അതേ ആദർശം ഹവ്വാ ബീവിക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, സമാപിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത്, വിശുദ്ധ ഖുർആനും തിരുചര്യയും ഏതേത് മൂല്യങ്ങളാണോ സത്യവിശ്വാസികൾക്ക് മുന്നിൽ തുറന്നിട്ടു വച്ചിരിക്കുന്നത്, ആ മൂല്യങ്ങളെ മുറുകെ പിടിച്ചാൽ മാത്രമേ നമുക്ക് സമാധാനമുള്ളൊരു കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഖുർആനിനെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് പാകപ്പെടുത്തിയെടുക്കുകയല്ല, വിശുദ്ധ ഖുർആനിന്റെ കൂടെ അങ്ങോട്ട് നാം ചെല്ലുക. അങ്ങനെ തന്റെ ജീവിതം ഖുർആനിനും തിരുചര്യക്കും അനുസൃതമാക്കുക. നമ്മുടെ നീക്കുപോക്കുകളും ഒഴിവുകഴിവുകളും അല്ലാഹു
അള്ളാഹുവിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ കഴിയില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സൂറത്തുർ റഅദിലെ 23-ാമത്തെ സൂക്തം പരാമർശിക്കുന്ന ആളുകളിൽ നാം ഓരോരുത്തരും ഉണ്ടാകട്ടെ. ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ അബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. ജന്നാത്തു അദ്ൻ, അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള ആ ശാശ്വതമായ സ്വർഗ്ഗം. യദ്ഖുലൂനഹാ, അതിൽ പ്രവേശിക്കുക ആരാണ്? വമൻ സ്വലഹ മിൻ അബാഇഹിം, വാപ്പമാരിൽ നിന്ന് ഉമ്മമാരിൽ നിന്ന് അഥവാ രക്ഷകർത്താക്കളിലെ അമലുസ്സാലിഹാത്തുകൾ അനുഷ്ഠിച്ചവർ. വദുർരിയാതിഹിം, അവരുടെ ഇണകൾ, അത്തരത്തിലുള്ള ഇണകൾ. വദുർരിയാതിഹിം, അത്തരത്തിലുള്ള മക്കൾ. അങ്ങനെയുള്ളവരെയാണ് സ്വർഗലോകത്ത് അഭിവാദ്യം ചെയ്യുക. മലക്കുകൾ സലാം പറയുന്നതും ആ ശാശ്വതമായ സ്വർഗത്തിലേക്ക് ആനയിക്കുന്നതും ആ നിലക്കായിരിക്കും. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാക്കിഹൂൻ. തമാശയും കളിയും ചിരിയുമായി ഈ ഭൂമുഖത്തവരെങ്ങനെ റബ്ബിന്റെ വഴിയിൽ ജീവിച്ചുവോ അതേപോലെ ഖുർആൻ പരാമർശിക്കുന്ന കുടുംബമാണത്. ഫീ ശുഗ്ലിൻ ഫാക്കിഹൂൻ, തമാശ പറഞ്ഞ് ജോലിയിലാകും. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്ന കുടുംബത്തെ സ്വർഗത്തിൽ അല്ലാഹു സ്വീകരിക്കും. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ, ചാരുമഞ്ചങ്ങളിൽ ചാരിയിരുന്ന് ഇണകൾ തുണകൾ സംസാരിക്കും. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, പരമകാരുണ്യവാനായ റബ്ബിന്റെ സമാധാനത്തിന്റെ അന്തരീക്ഷവും വർത്തമാനവും അവർക്ക് കിട്ടും. പ്രിയപ്പെട്ടവരെ, ആ നിലക്ക് ഖുർആൻ വിഭാവനം ചെയ്യുന്ന, നാം 5 നേരവും അടിക്കടി ഓർമ്മിക്കുന്ന കുടുംബക്കാരുടെ കൂട്ടത്തിൽ ചേരാൻ നമുക്ക് കഴിയട്ടെ. ഇബ്രാഹിം അലൈഹിസ്സലാം, ഒരു വിശ്വാസി ഒരു നേരം പോലും നിസ്കരിക്കണില്ല ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ ഓർക്കാതെ. ആധുനിക തലമുറയോട് പറയാനുള്ളത്, ഇബ്രാഹിം നബി ഹാജറ ബീവിയെ മക്കാ മണലാരണ്യത്തിലെ ജല ഫലശൂന്യമായ മണൽക്കാട്ടിൽ കൊണ്ടാക്കിയപ്പോ, തിരിഞ്ഞു നടന്നപ്പോ ഹാജറ ബീവി, ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു പെണ്ണല്ല, എനിക്കും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ എങ്ങോട്ടെങ്കിലും പോവുകയാണെന്ന് പറഞ്ഞിട്ടില്ല. അവര് ചോദിച്ചത് ഒരൊറ്റ ചോദ്യ, താങ്കൾ അള്ളാന്റെ കൽപ്പന അനുസരിച്ച് പോവുകയാണോ? ഇബ്രാഹിം നബി ഒരൊറ്റ മറുപടിയെ പറഞ്ഞുള്ളൂ, നാം, അതെ. അപ്പൊ ഹാജറ ബീവി പറഞ്ഞൊരു വാക്കുണ്ട്, എങ്കിൽ ഞങ്ങളെ അള്ളാഹ് പാഴാക്കി കളയൂല, ഞങ്ങൾ നഷ്ടകാരിൽ പെടൂല, നിങ്ങൾ പോയിക്കോ. ഹാജറ ബീവിക്ക് എണീറ്റോടായിരുന്നില്ലേ ഭർത്താവിന്റെ കൂടെ? എന്തേ പെണ്ണുങ്ങളെ മാറ്റി നിർത്തിയെന്ന് ചോദിക്കുന്ന ഒരൊറ്റൊന്നേ ഇത് ചിന്തിക്കണ്ടുള്ളൂ. ഇത് നമ്മൾക്ക് അള്ളാഹിന്റെ പൊരുത്തത്തിനാ, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാ, അള്ളാഹുവിൻ്റെ കൽപ്പനകളാ പാലിക്കേണ്ടത്. അത് പാലിക്കുന്നവർക്കാണ് റബ്ബിൻ്റെ തൃപ്തി. ഒരു റിദ്വാനും മിനല്ലാഹി അക്ബർ, അത് ലഭിക്കുന്നവരിൽ. പരമകാരുണ്യവാനായ പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ നിന്ന്, മക്കളിൽ നിന്ന്, കുടുംബാംഗങ്ങളിൽ നിന്ന്, നമ്മളിൽ നിന്ന് അവർക്കും അവരിൽ നിന്ന് നമുക്കും സന്തോഷവും സമാധാനവും കൺകുളിർമയും അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ പരമകാരുണ്യവാനായ പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.